PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള PSC പരീക്ഷകളിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന PSCയുടെ ഇഷ്ടഭാഗങ്ങൾ, PSCയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഒരുപോലെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് നമ്മൾ ഉടനെ തന്നെ ക്ലാസ് ആരംഭിക്കുമെന്ന്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ PSC ഹോട്ട് ടോപ്പിക്സിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷൻ, അതുപോലെ തന്നെ നീതി ആയോഗ്. ഈ രണ്ട് ഭാഗത്ത് നിന്നുള്ള ചോദ്യമില്ലാത്ത ചോദ്യപേപ്പർ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വരുന്ന LDC, LGS, LSGS, CPO ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടോപ്പിക്കുകൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചാനലിലൂടെ നമ്മൾ വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്കായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എന്നും കാലത്ത് 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ട് പ്രയോജനപ്പെടുത്തുക. രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും ലൈവ് പോകുന്നുണ്ട് അല്ലേ, PYQയുടെ ഡിസ്കഷനായിട്ട് ഒരു ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ലൈവിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ, രാത്രിയിലെ ലൈവിൽ. അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം 3 വീഡിയോസൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും എഫേർട്ട് എടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആസൂത്രണ കമ്മീഷനും നീതി ആയോഗവും ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ദേശീയ ആസൂത്രണ കമ്മിറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, ദേശീയ ആസൂത്രണ കമ്മിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്ന് PSCയുടെ 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ 1938 ഹരിപുര സമ്മേളനത്തിൽ വച്ചിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് 1946 ആര്? ഇടക്കാല ഗവൺമെൻറ്. 1946 ഇടക്കാല ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നു. ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നു. ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആര്? PSCയുടെ 1 മാർക്ക് ചോദ്യം. KC നിയോഗി. KC നിയോഗിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ, ഓക്കെ, ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി PSC ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് നിലവിൽ വന്ന വർഷം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹിയിലെ യോജനാ ഭവൻ. ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം. അധ്യക്ഷൻ ആര്? ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. മറ്റംഗങ്ങൾ ആരൊക്കെയാ? പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുണ്ട്. പിന്നെ
ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയും ഒരു ഉപാധ്യക്ഷനും കമ്മീഷൻ അംഗങ്ങളും കൂടെ ചേരുന്നതാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ നിന്നുമാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, അതുപോലെ തന്നെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതല. പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ. ഇനി ഈ ആസൂത്രണ കമ്മീഷൻ ഇവരുടെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെ. ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്, 5 ഇയർ പ്ലാൻസിലൂടെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതി, അഡ്വൈസറി ബോഡിയാണ്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്, ഉപദേശക സമിതിയാണ്. ഇനി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് എപ്പോൾ? നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് എപ്പോഴാണ്? 1965ലാണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ വരുന്നത്. ഇനി ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓരോ ചോദ്യങ്ങളും എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ചോദിച്ചിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ആദ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് സി ഡി ദേശ്മുഖ്, വി ടി കൃഷ്ണമാചാരി, ജി എൽ മേത്ത, ആർ കെ പാട്ടീൽ. അപ്പൊ എന്ത് ചോദിക്കാം? ആസൂത്രണ കമ്മീഷന് തന്നിരിക്കുന്നതിൽ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തതാര് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സി ഡി ദേശ്മുഖ്, വി ടി കൃഷ്ണമാചാരി, ജി എൽ മേത്ത, ആർ കെ പാട്ടീൽ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യത്തെ ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഇനി അവസാനത്തെ അധ്യക്ഷൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അത് നരേന്ദ്രമോദിയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണ്ടേക് സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആസൂത്രണ കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന ചില വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ക്യാബിനറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്, സമാന്തര ക്യാബിനറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്, അതുപോലെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നീ പേരിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. സൂപ്പർ ക്യാബിനറ്റ്, അതുപോലെ സാമ്പത്തിക ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ആസൂത്രണ കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2001
ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എപ്പോഴാണ്? 2001. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1967. 1967 സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ അധ്യക്ഷനാരാ? മുഖ്യമന്ത്രി. സംസ്ഥാനമാകുമ്പോൾ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു? EMS ആയിരുന്നു. EMS നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? MK ഹമീദാണ്. MK ഹമീദ്. ആദ്യത്തെ അധ്യക്ഷൻ EMS, ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത്രയും കാര്യങ്ങളാണ് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ ഇനി അടുത്തത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് രൂപീകരിച്ച വർഷം 1952 ഓഗസ്റ്റ് 6. 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്, ഒരു ഉപദേശക സമിതിയാണ്. ഇനി എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചുമതല എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? പഞ്ചവത്സര പദ്ധതികൾക്ക് 5 ഇയർ പ്ലാൻസിന് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് 5 ഇയർ പ്ലാൻസിന് അന്തിമ അനുമതി നൽകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. എവിടെയാണ് ആസ്ഥാനം? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി ആദ്യത്തെ ചെയർമാൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് എപ്പോൾ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1952 നവംബർ 8-9 ദിവസങ്ങളിലായിട്ടാണ്. 1952 നവംബർ 8-9 ദിവസങ്ങളിലായിട്ടാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇനി ആരൊക്കെയാണ് അംഗങ്ങൾ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പ്രധാനമന്ത്രി. ആദ്യമുള്ള ആളാരാണ്? പ്രധാനമന്ത്രി. അത് കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിമാർ, അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അടുത്ത ആള്. പിന്നെ വരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ആണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ എന്നിവരാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി. അപ്പോൾ രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അതിൻ്റെ സുവർണ ജൂബിലി, അതായത് 50ാമത് വാർഷികം ആഘോഷിച്ചത് അല്ലെങ്കിൽ മീറ്റിംഗ് ചേർന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 ഡിസംബർ 21 NDC അതിൻ്റെ സുവർണ ജൂബിലി മീറ്റിംഗ് ചേരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആസൂത്രണ കമ്മീഷൻ പറഞ്ഞു അല്ലേ. അപ്പം നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്?
ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നതാണ് നീതി ആയോഗ്. PSCയുടെ ആദ്യത്തെ ചോദ്യം തന്നെ എന്താ? ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വരുന്നത് എപ്പോഴാ? 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വരുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസർ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള അജയ് ചിബ്ബറിന്റെ നിർദ്ദേശപ്രകാരമാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. അജയ് ചിബ്ബർ ആരാണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഇനി ഈ നീതി ആയോഗ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു അഡ്വൈസറി ബോഡി തന്നെയാണ്, ഒരു ഉപദേശക സമിതി തന്നെയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അംഗങ്ങൾ ആരൊക്കെയാണ്? നീതി ആയോഗിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാ? ഒന്ന് പ്രധാനമന്ത്രി, അദ്ദേഹമാണ് ആര്? അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രിയാണ്. അപ്പൊ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. പിന്നെയോ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. എന്നിവരടങ്ങുന്നതാണ് നീതി ആയോഗ് കേട്ടോ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ചേരുന്നതാണ് നീതി ആയോഗ്. ഇനി നീതി ആയോഗ് അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്ന നീതി ആയോഗാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? നീതി ആയോഗാണ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ആലോചിച്ച് വെക്കുക, എന്താണ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, അതുപോലെ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന എന്താണ്? നീതി ആയോഗാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ ദ എമർജിങ് ജയന്റ് കേട്ടോ. ഇന്ത്യ ദി എമർജിങ് ജയന്റ് എന്ന് പറയുന്ന പുസ്തകം, ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? അരവിന്ദ് പനഗരിയുടേതാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ് ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ ഉപാധ്യക്ഷന്റെ ഈ പദവി എന്ന് പറയുന്നത്, നീതി ആയോഗിന്റെ ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ്. ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത്. ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അതുപോലെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ആരാ? രാജീവ് കുമാർ ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. ഇനി ആദ്യത്തെ സിഇഒ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധു ശ്രീ ഖുള്ളറാണ് ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം തന്നെയാണ് നീതി ആയോഗിന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ആദ്യത്തെ സിഇഒയും അവസാനത്തെ മെമ്പർ സെക്രട്ടറിയും ആര് തന്നെയാണ്? സിന്ധു ശ്രീ ഖുള്ളർ തന്നെയാണ്. ഇനി നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് അല്ലെ. നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദി തന്നെയാണ്. നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാ? നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. ഇനി നിലവിലെ സിഇഒ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്.
ഇനി നീതി ആയോഗിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നീതി ആയോഗിലെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, പിന്നെ കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, അതുപോലെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും. സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും, അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറയും. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെയോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും, CEO ഉണ്ടായിരിക്കും. ഇതിൽ നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ VK സാരസ്വത്, അതുപോലെ തന്നെ VK പോൾ, രമേശ് ചന്ദ് എന്നിവരാണ് മുഴുവൻ സമയ അംഗങ്ങൾ. നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയാണ്? VK സാരസ്വത്, VK പോൾ, രമേശ് ചന്ദ് എന്നിവരാണ്. ഇനി നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അനൗദ്യോഗിക അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജ്നാഥ് സിംഗ്, അതുപോലെ അമിത് ഷാ, കൂടാതെ നിർമ്മല സീതാരാമൻ, പിന്നെ നരേന്ദ്ര സിംഗ് തോമർ. ഇത്രയുമാണ് നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇനി ഇവിടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, പ്രത്യേക ക്ഷണിതാക്കൾ. അതാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിതിൻ ഗഡ്കരി, പിന്നെ പീയൂഷ് ഗോയൽ, ഇന്ദർജിത് സിംഗ്, അതുപോലെ വീരേന്ദ്ര കുമാർ, അശ്വിനി വൈഷ്ണവ് എന്നിവരാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ്. ആരൊക്കെയാണ്? നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദർജിത് സിംഗ്, വീരേന്ദ്ര കുമാർ, അശ്വിനി വൈഷ്ണവ് എന്നിവരാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കെ രാജേശ്വര റാവു ആണ് സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ താൽക്കാലിക അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്, താൽക്കാലിക അംഗങ്ങൾ, സ്ഥിരം അംഗങ്ങളും ഉണ്ട്, താൽക്കാലിക അംഗങ്ങളും ഉണ്ട്. ഈ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത് എവിടെയുള്ളവരാണ്? അതായത് പ്രധാന സർവകലാശാലകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ളവരാണ്. അതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ളവരാണ് ഈ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അവരെവിടെ നിന്നുള്ളവരാണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് അല്ലെ. രാജ്നാഥ് സിംഗ് ആണെങ്കിലും, അമിത്ഷാ ആണെങ്കിലും, നിർമ്മല സീതാരാമൻ ആണെങ്കിലും, നരേന്ദ്ര സിംഗ് തോമർ ആണെങ്കിലും എല്ലാവരും എന്താണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ്. ഇനി ഈ സിഇഒയെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ, സിഇഒയെ നിയമിക്കുന്ന ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. സിഇഒയെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നീതി ആയോഗിൻ്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങളെയും നമുക്ക് പ്രധാനമായും 4 തലങ്ങളായിട്ട് തിരിക്കാം. ഓക്കെ, നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പ്രധാനമായിട്ടും 4 തലങ്ങളായിട്ടാണ് തിരിക്കാൻ പറ്റുക. ഒന്ന്, നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. നയവും അതുപോലെ തന്നെ പ്രോഗ്രാം ഫ്രെയിംവർക്കും എന്നും. രണ്ടാമതായിട്ട് കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് തിരിക്കാം. മൂന്നാമതായിട്ട് നിരീക്ഷണവും വിലയിരുത്തലും. നാലാമതായിട്ട് തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. തിങ്ക് ടാങ്ക് ആൻഡ് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് കേട്ടോ. തിങ്ക് ടാങ്ക്, നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്, ഇങ്ങനെ 4 ആയിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുക. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും, കോർപ്പറേറ്റീവ് ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും,
തിങ്ക് ടാങ്ക്, നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. ഇനി നീതി ആയോഗിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1 ഡൽഹി, 2 പുതുച്ചേരി. ഡൽഹിയും പുതുച്ചേരിയുമാണ് നീതി ആയോഗിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഡൽഹിയും പുതുച്ചേരിയും. ഇനി നീതി ആയോഗിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള സ്വയം ഭരണാധികാര സ്ഥാപനമാണ് ഏത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നിലേഡ് എന്ന് പറയുന്നതാണ് നീതി ആയോഗിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള സ്വയം ഭരണാധികാര സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഉണ്ട്. അറ്റാച്ച്ഡ് ഓഫീസ് കേട്ടോ. നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസാണ് ഏത്? ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസ്, DMEO എന്ന് പറയുന്നതാണ് നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസ് എന്ന് പറയുന്നത്. രാജ്യത്തെ അപ്പെക്സ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ M&E, ഓക്കെ, അപ്പെക്സ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് എന്ന നിലയിൽ സർക്കാർ നയങ്ങളുടെയും പരിപാടികളുടെയും M&E വഴി ദേശീയ വികസനങ്ങൾ കൈവരിക്കുന്നതിന് DMEO സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ അറ്റാച്ച്ഡ് ഓഫീസായിട്ട് DMEOനെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചത് എപ്പോഴാണ്? 2015 സെപ്റ്റംബർ 18-നാണ്. 2015 സെപ്റ്റംബർ 18-നാണ് DMEOയെ ഇന്ത്യ ഗവൺമെൻറ് അറ്റാച്ച്ഡ് ഓഫീസായിട്ട് അംഗീകരിക്കുന്നത്. ഇനി നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8-നാണ്. 2015 ഫെബ്രുവരി 8-നാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം അറിയപ്പെടുന്ന പേരാണ് ടീം ഇന്ത്യ എന്ന പേരിലാണ് ആദ്യത്തെ സമ്മേളനം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കറണ്ട് അഫെയർ ആണ്. 2022-23 കൂടിയിട്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമുണ്ട്. ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്ന് പറയുന്നത് 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ്. ഓക്കെ, ഇനി നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ, ഒന്നാമത്തെ ലക്ഷ്യമാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ലക്ഷ്യമാണ് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ഇനി നാലാമത്തെ ലക്ഷ്യമാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അഞ്ചാമത്തെ ലക്ഷ്യമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആറാമത്തേതാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ് ആറാമത്തെ ലക്ഷ്യം. ഏഴാമത്തേത് സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. അടുത്തത് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളത്. ഇത്രയുമാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക,
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, സുസ്ഥിര വികസനങ്ങൾ ലക്ഷ്യം നേടുക, അതുപോലെ സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നീതി ആയോഗ് അതുപോലെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത്. മാക്സിമം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്